യോശുവയുടെ പുസ്തകം 16-ാം അധ്യായത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. 16-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്താണ്? യോസെഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശത്തെക്കുറിച്ചാണ് 16-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആർക്യരുടെ അതിരേത്? അതാരോത്ത്. യോസെഫിന്റെ പുത്രന്മാർ ആരല്ല? മനശ്ശെയും എഫ്രൈമും. കിഴക്ക് എഫ്രൈമ്യരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബേത്ത് ഹോരോൻ വരെ എന്തായിരുന്നു? അതാരോത്ത്, അദാർ. പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നത് ആരുടെ ഗോത്രമാണ്? എഫ്രൈം ഗോത്രം. മനശ്ശെ ഗോത്രത്തിന് കിട്ടിയ അവകാശദേശത്തിന്റെ ഇടയിൽ പട്ടണദേശങ്ങൾ ലഭിച്ചത് ഏത് ഗോത്രത്തിലായിരുന്നു? എഫ്രൈം ഗോത്രത്തിന്. ഗസേരിൽ പാർത്തിരുന്ന ആരെയാണ് എഫ്രൈമ്യർ നീക്കിക്കളയാതിരുന്നത്? കനാന്യരെ. എഫ്രൈമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തിരുന്ന ജാതികൾ ആരാണ്? കനാന്യർ. കനാന്യർ എവിടെയാണ് പാർത്തിരുന്നത്? ഗസേരിലാണ് കനാന്യർ പാർത്തിരുന്നത്. ഡാഷ് സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് ഡാഷ് വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി ഡാഷ് നിന്ന് മലനാട് വഴിയായി ബഥേലിലേക്ക് കയറി. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബഥേലിലേക്ക് കയറി. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.